കോട്ടയത്ത് ഡ്രൈവിംഗിനിടെ കുഴഞ്ഞു വീണ സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്റർ മുൻ ഉദ്യോഗസ്ഥൻ ബാബു ജോസഫിന് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സിറിയക്കിൻ്റെയും BMS ജില്ലാ പ്രസിഡന്റ് S വിനയൻ്റെയും അവസരോചിതമായ ഇടപെടൽ മൂലം പുനർജന്മം ലഭിക്കുകയാണ്. അസ്വാഭാവികമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുൻവിധികൾ ഇല്ലാതെ സഹായം നൽകിയപ്പോൾ ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷിക്കാനായി മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചില അസന്ദിഗ്ധമായ ഘട്ടങ്ങളിൽ സഹായത്തിനായി മറ്റാരെങ്കിലും തേടുന്നൊരു സമയങ്ങളിൽ ഒരുപക്ഷെ ഒരു അവതരിക്കുന്ന തരത്തിൽ പലരും എത്തിച്ചേരുമെന്ന് ഇതിനു മുമ്പ് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ കേട്ടറിവുണ്ടാകാം, വായിച്ചും കണ്ടുമെല്ലാം അറിവുണ്ടാകും. അത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷിയായിരിക്കുകയാണ് കോട്ടയം കഴിഞ്ഞ ദിവസം. അത്യാസന്ന നിലയിൽ ഒരു കാറിനുള്ളിൽ കുടുങ്ങിയിരുന്ന രോഗിയെ തീർത്തും അവിചാരിതമായി കണ്ടെത്തുകയും കൃത്യമായ ഇടപെടലോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഒരു പൊതുപ്രവർത്തകന്റെയും കൂടെയുണ്ടായ ഒരു അതുപോലെ തന്നെ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു യാത്രക്കാരന്റെയും കൂടെ ഇടപെടലോടുകൂടിയാണ് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത്. ആ സംഭവത്തിന്റെ സാക്ഷിയായവർ, ആ സംഭവത്തിൽ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരായവരാണ് നമ്മോടൊപ്പം ഉള്ളത്. BMSന്റെ ജില്ലാ അധ്യക്ഷൻ വിനയകുമാർ, അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സെബാസ്റ്റ്യനാണ് അനീഷ് സിറിയക്കാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, CPR എല്ലാം നൽകിയതിന് ആണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത് അല്ലേ? എന്തായിരുന്നു സംഭവം ഉണ്ടായത്? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ട്, കാറിന്റെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി വന്നു നോക്കുമ്പോഴത്തേനും ഇദ്ദേഹം ഇങ്ങനെ സീറ്റിൽ കുഴഞ്ഞു കിടക്കുവാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സീറ്റ് നിവർത്തിയിട്ട് CPR കൊടുത്തു. CPR കൊടുത്ത കൂടെ 108 ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു അവിടെ അടുത്തുനിന്നവരോട്. 108 വിളിച്ചിട്ട് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ വിനയനും മറ്റേ ആൾ ആരൊക്കെയോ കൂടിയിട്ട് നമ്മൾ അപ്പുറത്ത് സീറ്റിലുള്ള ആളെ മാറ്റി കിടത്തി, സീറ്റ് നിവർത്തിയിട്ട് മാറ്റി കിടത്തിയിട്ട് ഞാൻ CPR കൊടുത്തോണ്ടിരുന്നു. വിനയം പുറകെ കയറി മറ്റേ ആള് വണ്ടി എടുത്ത് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. അപ്പം റോഡിൽ നല്ല ബ്ലോക്കായിരുന്നു. എന്നാലും നമ്മൾ സമയത്തോടെ എത്തി. വന്ന വഴിക്ക് കുറച്ച് ഓടി കഴിഞ്ഞിട്ടാണ് ആൾക്ക് ശ്വാസം വന്നതും കണ്ണു തുറന്നാലും കോൺഷ്യസ് അല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് കോൺഷ്യസ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ CPRും സമയത്ത് ഇടപെട്ടുകൊണ്ടാണ് ആൾ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ആളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു സാർ അവിടെ എത്തിച്ചത്? ഇവരാദ്യം കണ്ടത് BMSന്റെ ജില്ലാധ്യക്ഷനായിട്ടുള്ള വിനയകുമാറാണ് ആദ്യം ഇത് കണ്ടത് എന്ന് തോന്നുന്നു. എന്തായിരുന്നു, എങ്ങനെ പോകുമ്പോഴായിരുന്നു? ഞാൻ ഈ കാരിത്താസ് ഹോസ്പിറ്റലിലോട്ട് വരുന്ന വഴിക്കാണ് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് വളരെ വയ്യാണ് വന്നത്. പക്ഷേ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾ എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നതായിട്ട് ഒരു സംശയം തോന്നി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു സീഷർ പോലെ വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖം കൂടുന്നു, വായിൽ നിറ വരുന്നു ഒക്കെ കാണുന്നത്. പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഡോർ തുറന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതാണ് കണ്ടത്. പെട്ടെന്ന് അവിടെ കൂടിയുന്ന ആളുകളെയും അവിടെ മാറുന്ന ആളുകളെ വിളിച്ചുകൂട്ടിയ സമയത്താണ് അനീഷ് സാറും അവിടെ വരുന്നത്. അനീഷ് സാറ് മുമ്പ് നേഴ്സ് ആയതുകൊണ്ട് ജോലി ചെയ്ത ഒരു പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. കാരണം പെട്ടെന്ന് തന്നെ CPR കൊടുക്കാനും അദ്ദേഹത്തെ കിടത്താനും അതിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പെട്ടെന്ന് ആ സമയത്ത് ആംബുലൻസ് വരാനുള്ള താമസം, കാരണം റോഡ് നല്ല ബ്ലോക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ കാറിൽ തന്നെ നമ്മൾ വേറെ ആളും കൂടെ വന്നു. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഒരുമിച്ച് ഇവിടെ എത്തിച്ചത്. ഇവിടെ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താറായ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ചെറിയ ബോധം വന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് നമ്മൾ എത്താൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ അദ്ദേഹം കുറച്ച് നോർമലായി. അദ്ദേഹത്തെ ഇപ്പം ഇവിടുന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലെ ഡയറക്ടർ വിളിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം എന്തെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഡിസ്ചാർജ് ആയോ എന്നൊരു സംശയമാണ്. ഞങ്ങൾക്ക് നേരിട്ട് പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബം ഒക്കെ വിളിച്ചിരുന്നു, രാവിലെ വിളിച്ചിരുന്നു. എല്ലാം നന്നായിരിക്കുന്നു, കുഴപ്പമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഡ്യൂട്ടിക്കിടെ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്. നിരന്തരം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ CPR എല്ലാം കൊടുക്കാൻ സാധിച്ച ഒരു നഴ്സിംഗ് പശ്ചാത്തലം ഗുണം ചെയ്തിട്ടുണ്ടാകും. ഇപ്പോഴും സാധാരണക്കാർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട ഒരു രോഗിയെ അല്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എന്താണെന്നെല്ലാം തിരിച്ചറിയാനും അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകാനും അറിയില്ല. അതൊരു പോരായ്മ തന്നെയല്ലേ? തീർച്ചയായിട്ടും CPR കൊടുക്കാനായിട്ട് ഒരുത്തപ്പെട്ടവർക്കൊന്നും ഇപ്പോഴും അറിയത്തില്ല. രണ്ടാമതൊരു അപകടം അല്ലെങ്കിൽ ഇത്ര അത്യാഹിതം ഉണ്ടായാൽ എല്ലാവരും നോക്കി നിൽക്കും, പോലീസിനെ വിളിക്കും. പോലീസ് വരാനുള്ള ഒരു സമയം വേണ്ടേ?
പോലീസ് വന്നു കഴിഞ്ഞിട്ടാണ് 108 വിളിക്കുന്നത്. നമുക്ക് 108 വിളിച്ചാലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് 108 കിട്ടും. 108 വന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെട്ടോളും. അവരിൽ CPR കൊടുക്കാനും ഓക്സിജനും മറ്റു എല്ലാ സൗകര്യവും നേഴ്സും ഉണ്ട്. അപ്പം ഇതേപ്പറ്റി ആൾക്കാർ അവെയറല്ല. അതിന് ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും പോലീസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ നൽകുന്നുണ്ട്. ഇതെല്ലാം കൂടുതൽ ഇപ്പോൾ മുമ്പ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. ഞാൻ 2021 മുതൽ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ആയിരുന്നു. ഞാനിവിടെ ഡ്രൈവർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കോളുകൾ നമുക്ക് വണ്ടിയിലോട്ടാണ് വരുന്നത്. അപ്പം ചെല്ലുമ്പം നമ്മൾ ഇതുപോലെ ഒത്തിരി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എളുപ്പമായി. ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്തുള്ളത് കൊണ്ട് തന്നെ സേവാഭാരതിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ? തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം പോലും നമ്മളൊരു വാർത്തയാകുമോ എന്നൊന്നും പ്രതീക്ഷിച്ച് ചെയ്തതല്ല. കാരണം വളരെ യാദൃശ്ചികമായിട്ട് ഒരാൾ ഇങ്ങനെ സംഭവിക്കുന്നു കണ്ടു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അറ്റൻഡ് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞ ദിവസം കൂടെ നമ്മളുടെയൊക്കെ ജംഗ്ഷനിൽ ഒരു 18 വയസ്സുള്ള ഒരു പയ്യൻ ആക്സിഡന്റായി വഴിയിൽ ഒരു 1.5 മണിക്കൂറോളം കിടന്ന് ആരും കൊണ്ടുപോകാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാത്തതുകൊണ്ട് മരണപ്പെട്ട സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സംഭവമൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തുകൊണ്ടോ ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇത് ഒരു ബാക്കിയുള്ളവർക്ക് ഒരു സന്ദേശം കിട്ടുന്ന രീതിയിൽ ഒരു വാർത്തയാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു പൊതുസമൂഹത്തിൽ ഒരുപക്ഷെ ഞങ്ങൾ ആ വിഷയത്തിൽ ആ സമയത്ത് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റിയ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നോർത്ത് ഒരു വലിയ സന്തോഷവും. നാളെ നമ്മളും ഇതുപോലെ വഴിയിൽ ആരെങ്കിലും കിടന്നു പോയി കഴിഞ്ഞാൽ ആരും നോക്കാതെ പോകരുത്. അതാണ് ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം ആളുകൾ ചിലപ്പം മദ്യപിച്ചിട്ടായിരിക്കും ഇങ്ങനെ വണ്ടി ഇടുന്നതെന്നോ അല്ലെങ്കിൽ ആള് കിടന്നുറങ്ങുവാണ് എന്നൊക്കെ മൈൻഡ് ചെയ്യത്തില്ല. എല്ലാവരും തിരക്കുള്ള ജീവിതമാണ്. പക്ഷേ ആ തിരക്കിന്റെ ഇടയിലും ഇത്തരം വിഷയങ്ങൾക്ക് കുറച്ച് സമയം കൊടുക്കണം. എത്ര വലിയ തിരക്കിനേക്കാളും വലുതാണ് ഒരു ജീവൻ എന്നുള്ളൊരു സന്ദേശമാണ് ഈ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഇവർ കൃത്യമായിട്ടുള്ള ഇടപെടലിലൂടെ ഒരു ആളുടെ ജീവൻ തിരികെ ലഭിക്കാൻ സാധിച്ചു. സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്ററിലെ മുൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബാബു ജോസഫിന്റെ ജീവനാണ് അത്തരത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നു മാത്രമാണ് ഇക്കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻവിധികളൊന്നുമില്ലാതെ മുന്നിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുക. നമ്മുടെ എല്ലാം മുമ്പിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. മുൻവിധികൾ മാറ്റിവെച്ച് സഹായത്തിനായി ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനാകുന്നത്. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ, ജനം.